ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. യു കെയിലെ വ്യത്യസ്തമായ ബിസിനസ്സുകളെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് യു കെയിൽ രജിസ്ട്രേഡ് നേഴ്സാകുന്നതിന് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇതിനോടൊപ്പം തന്നെ യു കെയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 15 ഔട്ട് ഓഫ് 15 ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? പേഷ്യൻ്റ് ഹലോ എന്താണ് ഇവിടെ IELTS-ഉം OET ഒന്നും ഇല്ലാതെ ഒരുപാട് നഴ്സുമാർക്ക് അവസരം കൊടുക്കേണ്ടതായിട്ടില്ല. എന്താണ് പരിപാടി? ഇവിടെ IELTS-ഉം OET ഒന്നും ഇല്ലാതെ യു കെയിൽ കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് രജിസ്റ്റേർഡ് നഴ്സസ് ഉണ്ട്. അവർക്കൊക്കെ രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കുന്ന ഒരു സ്കീ ട്രെയിനിങ് സെന്റർ ആണ്. അതെങ്ങനെയാണ്? ഇത് കണ്ടില്ലേ, ഇവിടെ രജിസ്റ്റേർഡ് നഴ്സസ് ആകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിച്ചാലോ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോഴും ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ നാട്ടിലെ നഴ്സുമാർക്ക് അവസരമില്ലാന്ന് പറയണത്? ഒരുപാട് അവസരങ്ങളുണ്ട്. ഇത് രണ്ടുപേര് ഇന്ത്യയിൽ നിന്ന് ഇപ്പൊ ട്രാവൽ ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. രജിസ്റ്റേർഡ് നഴ്സസിനോ വാക്കൻസിക്കോ കുറവൊന്നുമില്ല. ബട്ട് എന്നിരുന്നാലും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് കൊടുക്കുന്നത്. നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ട്രെയിനിങ് എന്ന് പറയുന്നത് ഓസ്കി ആണ്. ഞാനൊരു സർട്ടിഫൈഡ് ഓസ്കി ട്രെയിനറാണ്. നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത കുറച്ച് ഡിഫിക്കൽട്ടാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ കംപ്ലീറ്റ് ഫെസിലിറ്റി ഇൻ ദ സെൻസ് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് അൺലിമിറ്റഡ് ആണ്. അവർ വരുന്ന സമയം മുതൽ ഒരു ടൈം ബൗണ്ട് ഇല്ലാതെ പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരു കോഴ്സ് എങ്ങനെയാണെന്ന് ഇവർ അറിയണം അല്ലേ, അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന സർവീസ് ജെനുവിൻ ആണോ. അതുകൊണ്ട് തന്നെ എല്ലാ മൺഡേയ്സിലും തേഴ്സ്ഡേയ്സിലും നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇനി പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് നമ്മളുടെ എല്ലാ ട്രെയിനിങ്ങും ഫ്രൈഡേയ്സിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ട്രെയിനിങ്ങും ഫ്രീ ആണ്. ഫ്രൈഡേ ഫ്രീ ഓസ്കി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഫെസിലിറ്റി ഇവരുടെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. അതായത് ലോങ് ഡേയ്സും നൈറ്റ് ഷിഫ്റ്റും ഒക്കെ ചെയ്തൊരു ഒരുപാട് ആൾക്കാരും തളർന്നിട്ടാവും വരുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈമിങ്ങിനോട് കൂടെ തന്നെ ഇപ്പോൾ ലോങ് ഡേ ചെയ്യുന്നവരാണെങ്കിൽ വൈകുന്നേരം ഒരു 9 മണി 9:30 സമയത്ത് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഒരു 1 hour ടൈം. അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 1 hour, ഒരു 9:30 to 10:30. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ രാവിലെ ബുദ്ധിമുട്ടാണ്, നൈറ്റ് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയത്ത് നമ്മളൊരു 1 hour ട്രെയിനിങ് കൊടുക്കും. ആർക്കും ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, എല്ലാം അൺലിമിറ്റഡ് ആണ്. അത്യാവശ്യം ഒന്ന് ലെവലായി കഴിയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ഫേസ് ടു ഫേസ് ട്രെയിനിങ് നമ്മളൊരു 4 days, മിനിമം 4 days. ചില ആൾക്കാർ 4 days ഓക്കെ അല്ല, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ആണല്ലേ. അപ്പോൾ അവർക്ക് എത്ര ദിവസം വേണോ അതും അൺലിമിറ്റഡ് ആണ്. മിനിമം ഒരു 4 ദിവസത്തെ ട്രെയിനിങ് തൊട്ട് തുടങ്ങി മാക്സിമം എത്ര നാൾ വേണമെങ്കിലും അവർ പാസ്സാകുന്നിടം വരെ ഇവിടെ വന്ന് പഠിക്കാം, ട്രെയിൻ ചെയ്യാം. അങ്ങനെ ജോലി സാധ്യത എങ്ങനെയാണ്? നഴ്സിംഗ് എപ്പോഴും ജോലി സാധ്യതയുടെ കാര്യത്തിൽ ഡൗട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് റിക്രൂട്ട്മെൻറ്റിന് കുറേ റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ട് ഓവർസീസിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് നഴ്സുമാരെ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ഓരോ വീക്കിലും 10-20 കുട്ടികൾ വെച്ച് ഇവിടെ വന്ന് രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി ഇപ്പോൾ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ബട്ട് സ്റ്റിൽ നമുക്ക് റിക്രൂട്ട്മെൻറ്റിലോ ജോലിക്കോ ഒക്കെ ഇപ്പോഴും സാധ്യതകളുണ്ട് കേട്ടോ. ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊന്നും ജോലി കിട്ടാതെ പോയതായിട്ട് എനിക്കറിയില്ല. ഇൻ വൺ ഓർ അതർ വേ അവർക്ക് ലിങ്ക്ഡിനും ട്രാക്സിലും ഒക്കെ എപ്പോഴും ജോലി വേക്കൻസീസ് ഉണ്ട്. നാട്ടിലെ പോലെയല്ല ഇവിടെ. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പോലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ അത്തരം ജോലി കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവരെ ഈ കോഴ്സോട്ട് എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്? അതും നമ്മൾ എടുക്കുന്ന നമുക്ക് ചോയ്സ് ഉണ്ട്. ഈ കൺട്രിയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഏത് സ്പെഷ്യാലിറ്റീസിൽ പോകണം എന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അഡൽട്ടിലാണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ഓസ്കി ട്രെയിനിങ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ബട്ട് എന്നിരുന്നാലും ചില ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് തന്നെ സെപ്പറേറ്റ് ഓസ്കി ഉണ്ട്, അതിൻ്റെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ഓസ്കിയാണ്. ഇതിനെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഓസ്കീസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായ ട്രെയിനിങ് കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. ഇത് മാത്രമല്ല, ഇപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ എക്സാംസ് ആണ്. ന്യൂസിലൻഡിലേക്കുള്ള ഓസ്കി വേറെയാണ്. അപ്പോൾ ന്യൂസിലൻഡിൻ്റെ ഓസ്കി സെപ്പറേറ്റ് ഒരു പാത്വേ, സെപ്പറേറ്റ് ബാച്ചായിട്ട് നമുക്ക് പോകും. ഓസ്ട്രേലിയക്ക് അനദർ ഓസ്കിയാണ്. അതായത് ഓരോ കൺട്രീസിൻ്റെയും എലിജിബിലിറ്റിയും ക്രൈറ്റീരിയാസും അവരുടെ റെഗുലേഷൻസും അവരുടെ പ്രൊസീജിയേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കൺട്രിക്ക് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ശരിക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ ആർക്ക് വേണമെങ്കിലും ഏത് കൺട്രിയിലോട്ട് പോകേണ്ടവർക്കും യെസ് ദേ
ക്യാൻ കം ഓവർ ഹിയർ. പൊതുവിൽ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇനി UK-ലൊന്നും ഒരു അവസരം ഇല്ല എന്നാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, ആരോട് ചോദിച്ചാലും കിട്ടുന്ന ഒരു ആൻസർ ആണ് UK-ലോട്ട് ഇനി പോയിട്ട് കാര്യമില്ല, UK-ലോട്ട് ഇനി പോകാൻ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇൻ എ വേ ദർ ആർ സോ മെനി ഓപ്ഷൻസ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഓപ്ഷൻ ഇപ്പം നമുക്ക് നാട്ടിൽ നിൽക്കുന്ന പിള്ളേർക്ക് IELTS OET എഴുതിയിട്ട് നിൽക്കുന്ന കുറേ പിള്ളേരുണ്ട്. നമുക്കറിയാം എൻ്റെ വാലിഡിറ്റി ഓൺലി 2 years അല്ലേ. യൂഷ്വലി നടന്നുകൊണ്ടിരുന്നത് IELTS അല്ലെങ്കിൽ OET പാസ്സായി ഒരു എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്ത് വർക്ക് വിസയിൽ ഇവിടെ വന്ന് OSCE എഴുതി രജിസ്ട്രേഷൻ എഴുതിയാണ് യൂഷ്വലി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാൻ ഡിലേ വരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, IELTS-ൻ്റെ OET-യുടെ വാലിഡിറ്റി കഴിയുന്നു. സോ അത് കഴിയുന്നതിന് മുമ്പ് എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാം? അതിനൊരു എക്സിസ്റ്റിംഗ് ഓപ്ഷനാണ് വിസിറ്റിംഗ് വിസ്വേ വന്നിട്ട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് OSCE എഴുതി രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത്. സൊല്യൂഷൻ എന്തിനുള്ള സൊല്യൂഷനാണ്? IELTS OET-യുടെ വാലിഡിറ്റി കീപ്പ് ചെയ്ത് എക്സാം എഴുതി രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വൺ അമംഗ് ദി ബെസ്റ്റ് സൊല്യൂഷനാണ് വിസിറ്റിംഗ് വിസ വന്ന് ചെയ്യുക എന്നുള്ളത്. ഇതൊരു പുതിയ ഓപ്ഷൻ ഒന്നും അല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു. ബട്ട് ഇതിലാരും വന്നിരുന്നില്ല ബിക്കോസ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു ബിഫോർ. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഓപ്ഷൻ. നഴ്സുമാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ത് ഹെൽപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ സർവീസ്? ആക്ച്വലി നമ്മളിപ്പോൾ UK-ൽ ഒരാൾക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആവാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ A to Z സർവീസ്, അതായത് 0 to PIN എന്ന് പറയും. ഒരാൾ തുടക്കം മുതൽ രജിസ്ട്രേഷൻ കിട്ടുന്നവരെയുള്ള കംപ്ലീറ്റ് ഹെൽപ്പ്. സ്പെഷ്യലൈസ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം CBT ട്രെയിനിങ്ങും OSCE ട്രെയിനിങ്ങുമാണ്. OSCE ആണ് ഇവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം, അതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ നമ്മുടെ UK-ൽ ഒരുപാട് രജിസ്റ്റേർഡ് നഴ്സസ്, അതായത് നാട്ടിൽ രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ട് ഇവിടെ കെയറേഴ്സായിട്ടും സീനിയർ കെയറേഴ്സായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആണ്. അത് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ റെസിഡൻഷ്യൽ ഹോമിൽ ഡൊമിസിലറി കെയർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറും സർവീസും ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളാണോ ഈ നഴ്സുമാരെ സഹായിക്കുന്ന ആളുകൾ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു. അത് കൊടുക്കുന്ന ക്വാളിറ്റിയിലാണ്. അത് 100% നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നു. ഓഫ് കോഴ്സ് നമ്മൾ ട്രെയിനേഴ്സ് എല്ലാം മലയാളികളാണ്, അത് ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. പിന്നെ പൊതുവെ കമ്പയർ ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നവർ പറയുന്നത് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാറില്ല, അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാറില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും എൻഡിൽ എല്ലാ കുട്ടികൾക്കും ഡൗട്ട് ക്ലിയറായി, അല്ലെങ്കിൽ അവർക്ക് ഏത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും ഇത് ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ആണല്ലോ, അപ്പോൾ അവർക്ക് ഡൗട്ട് ക്ലിയറായി എന്നൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് അല്ല അടുത്ത സെക്ടറിലേക്ക് പോകുന്നത്. പിന്നെ മനസ്സിലാകുന്നു എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ലാംഗ്വേജിൽ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ചില മാറ്റേഴ്സ് നമുക്ക് എത്രത്തോളം നമ്മൾ വേറൊരു ലാംഗ്വേജ് സംസാരിച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്കത് പിക്കപ്പ് ആകണമെങ്കിൽ ചില ഫാക്ടേഴ്സ്, എല്ലാമല്ല, അതൊരു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ നിരവധി കുട്ടികളിലൂടെ പഠിച്ചു പോയിട്ടുണ്ടാവില്ല, അവരൊക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? നമുക്ക് ഫെയിലിയർ ഉണ്ടായിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പാസ്സായിട്ടുണ്ട്. 3 അറ്റംപ്റ്റാണ് OSCEക്ക് ആക്ച്വലി ഉള്ളത്. ഈ ഒരു എക്സാം 3 വട്ടം നമുക്ക് ട്രൈ ചെയ്യാം. 3 വട്ടവും ഫെയിലായിട്ട് ഇവിടുന്ന് ആരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാസിംഗ് റേറ്റ് 100% എന്ന് പറയാം. യെസ്, 100% വിജയം. 100% വിജയം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നല്ല ജോലിയിലേക്ക് നിങ്ങൾ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഉറപ്പായിട്ടും അതെ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം, അവരുടെ ഫ്യൂച്ചർ ഒന്നാക്കുന്നൊക്കെ, നമ്മളെങ്ങനെ കോൺടാക്ട് ചെയ്യും? എങ്ങനെയാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ എല്ലാ പ്രൊഫൈൽസിലും അഡ്മിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് 2 സെൻ്ററാണ്. ഒന്ന് നോർത്ത് ആംപ്ടൺ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാംബ്രോ, ഹീത്രോ എയർപോർട്ടിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഡിസ്റ്റൻസിനുള്ളിലാണ്, അപ്രോക്സിമേറ്റ്ലി ഹാഫ് ആൻ അവർ ഉള്ളിൽ. എപ്പോൾ വിളിച്ചാലും അപ്രോച്ചബിൾ ആണ്. മൺഡേ ടു ഫ്രൈഡേസിലാണ് അഡ്മിഷൻസ് നടക്കുന്നത്. എല്ലാ മൺഡേയിലും എല്ലാ തേഴ്സ്ഡേയിലും നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അവരുടെ കൺവീനിയൻറ്റ് ടൈമിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇതൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടിയല്ല ചേട്ടാ ഈ ചെയ്യണേന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ചോദിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളെ. ബിക്കോസ് നമ്മളൊരു വീക്ക്ലി ട്വൈസ് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ, അവർക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്ത വഴി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്താണ് OSCE, എന്തൊക്കെയാണ് പ്രൊസീജിയർ, എന്തൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് അത് തോന്നുവാണെങ്കിൽ ഓഫ്കോഴ്സ് അവർക്ക് അത് ജോയിൻ ചെയ്യാം. എന്നിട്ട് മാത്രം അവർ ഡിസിഷൻ എടുത്താൽ മതി. സോ വി ഹാവ് എ ഫ്രീ OSCE ട്രെയിനിങ് എസ്പെഷ്യലി അബൌട്ട് ദി ഓറിയൻറ്റേഷൻ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള നോട്ടിഫിക്കേഷൻ വരും. ഫ്രീ ആയിട്ട് വന്നിട്ട്
ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ കൊടുത്ത് പഠിച്ചാൽ മതി. തീർച്ചയായും അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതാണ് നമ്മുടെ ഗ്യാരണ്ടി. അതല്ല ഞങ്ങളുടെ ഗ്യാരണ്ടി, അവർ ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്താൽ അവർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. അതാണ് കോൺഫിഡൻസ്. അല്ലെ, അങ്ങനെയല്ലേ നിങ്ങളൊക്കെ വന്നത്? തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണ് നമ്മളെ കോൺടാക്ട് നമ്പർ നമുക്ക് താഴെ കൊടുത്തേക്കാം അല്ലെ? ഉറപ്പായിട്ടും. അപ്പൊ 100% നമുക്കൊരു വിജയത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായും. താങ്ക് യു. അപ്പൊ ഇതുവരെയും നമ്മൾ കണ്ടത് UK-യിലെ നിരവധി പേർക്ക് അവരുടെ തൊഴിൽ രംഗത്ത് സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ പുതിയൊരു ബിസിനസ് വാർത്തയുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്.